Hello everyone. So in today's video, we'll be learning the poem The Woman and the Flame by Aimé Césaire. Okay. So that's how we pronounce the name of the poet, Aimé Césaire. So it's equally important that we know the pronunciation as well as the spelling of the names and the words that we come across. അതുപോലെ തന്നെ you know, as English students, we must at least have an idea about the near to native pronunciation of these words and the names that we come across. Alright, so before we dive into the details and the content of this poem, let's understand a few details about the Aimé Césaire, about the poet Aimé Césaire. Now, Aimé Césaire, he was a Martinican poet, playwright, and a politician. He was born on 26 June 1913 in a town called as Bessay Point that is situated in the northeastern coast of Martinique Island in the French Caribbean. So Aimé Césaire എന്ന് പറയുന്ന കവി അദ്ദേഹം ജനിച്ചത് 26 ജൂൺ 1913 അദ്ദേഹം ജനിച്ച പട്ടണത്തിന്റെ പേരാണ് ബെസ്സേ പോയിന്റ്. ഈ ബെസ്സേ പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിരുന്നത് ഒരു ഐലൻഡിലാണ്. ആ ഐലൻഡിന്റെ പേരാണ് മാർട്ടിനിക് ആൻഡ് ദിസ് ഐലൻഡ് വാസ് എ പാർട്ട് ഓഫ് ദി കരീബിയൻ. ഈ ഐലൻഡിൽ താമസിച്ചവര് ആഫ്രിക്കൻസ് ആയിരുന്നു. നൗ മാർട്ടിനിക് ഐലൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. മാർട്ടിനിക് ഐലൻഡ് ഞാൻ പറഞ്ഞ പോലെ മാർട്ടിനിക് ഐലൻഡിൽ ഏറ്റവും കൂടുതൽ ഇൻഹാബിറ്റൻസ് ഉണ്ടായിരുന്നവർ ബ്ലാക്സ് ആയിരുന്നു, ആഫ്രിക്കൻസ് ആയിരുന്നു. അപ്പൊ ഇവരെ ഫ്രഞ്ച് ആൾക്കാർ വന്ന് കോളനൈസ് ചെയ്തു. മാർട്ടിനിക് ഐലൻഡ് വാസ് കോളനൈസ്ഡ് ബൈ ദി ഫ്രഞ്ച് പീപ്പിൾ. സോ നമുക്ക് ബ്ലാക്സിന് എതിരെയുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷനും ദാറ്റ് ഹിസ്റ്ററി ഓഫ് ദി റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അഗേൻസ്റ്റ് ദി ബ്ലാക്സ് ഇസ് ക്വൈറ്റ് ഫാമിലിയർ ടു അസ്. നമുക്ക് വളരെയധികം പരിചയമുള്ള ഒരു ഹിസ്റ്ററിയാണത്. സോ ബ്ലാക്സിനെതിരെ അല്ലെങ്കിൽ ബ്ലാക്സിനെ സ്ലേവ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്തിരുന്നു ഫ്രഞ്ച് ആൾക്കാർ. അപ്പം അവരുടെ ഐലൻഡിനെ ഡോമിനേറ്റും ചെയ്തു, കോളനൈസും ചെയ്തു. ഇവരെ സ്ലേവ്സ് ആയിട്ടായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത്. സോ ആഫ്രിക്കൻസ് ഒരുപാട് ലൈഫിൽ ഒരുപാട് കഷ്ടത അനുഭവിച്ചവരാണ്. അവരെ സ്ലേവ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും അവരെ വല്ലാണ്ട് ടോർച്ചറുകയും ചെയ്യുമായിരുന്നു. സോ ദേ ഹാവ് സഫേർഡ് എ ലോട്ട്. ഓക്കെ, സോ ഇതായിരുന്നു മാർട്ടിനിക് ഐലൻഡിന്റെ പ്രത്യേകത. സോ മാർട്ടിനിക് ഐലൻഡിന്റെ പൊളിറ്റിക്സിലും വളരെ സജീവമായി പ്രവർത്തിച്ച ഒരു കവിയായിരുന്നു എമേ സെസേർ. ഓക്കെ, സോ എമേ സെസേർ ഹി വാസ് എ പൊളിറ്റീഷ്യൻ, എ പോയറ്റ് ആൻഡ് ഓൾസോ എ പ്ലേ റൈറ്റ്. അദ്ദേഹം ഡ്രാമാസും എഴുതിയ ഒരാളായിരുന്നു. He was also the co-founder of Negritude movement. What is Negritude movement? Negritude movement was a reaction against this French colonial rule in order to restore the identity of Africans. So Negritude movement എന്ന് പറയുന്ന മൂവ്മെന്റ് ഈ ഫ്രഞ്ച് കൊളോണിയൽ റൂളിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു. ഓക്കെ, ഫ്രഞ്ച് കൊളോണിയൽ റൂളിനെതിരായുള്ള ഒരു പ്രതിഷേധമായിരുന്നു നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ്. അവിടെ ആഫ്രിക്കൻസ് അവരുടെ ഐഡന്റിറ്റി ക്ലെയിം ചെയ്തു. ദാറ്റ് ഞങ്ങൾ നിങ്ങളുടെ സ്ലേവ്സ് അല്ല, ഞങ്ങൾക്കും സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഉണ്ടെന്ന് സ്ഥാപിച്ച ഒരു മൂവ്മെന്റ് ആയിരുന്നു നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ്. ഈ ഒരു മൂവ്മെന്റിന്റെ കോ ഫൗണ്ടർ ആയിരുന്നു എമേ സെസേർ. ഇത്രയും കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് എമേ സെസേറിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു വെക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് വർക്ക്സിന്റെ പേരുകളും ഓർത്തു വെക്കുക. ലോസ്റ്റ് ബോഡി, Return to My Native Land, The Tempest, Discourse on Colonialism are some of his works. Now The Tempest എന്ന് പറയുന്ന ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷെ ഓർമ്മയിൽ വന്നേക്കാം. ദ ടെംപെസ്റ്റ് എന്ന് പറയുന്ന പ്ലേ ഒരു ഭയങ്കര ഫേമസ് പ്ലേ റൈറ്റ് എഴുതിയിരിക്കുന്നതാണ്. അത് ആരാണെന്ന് പറയാമോ? ഇറ്റ് വാസ് റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ. സോ വില്യം ഷേക്സ്പിയറും ഒരു ഡ്രാമ എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരെന്താണ്? ദ ടെംപെസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഓർത്തു വെക്കുക, എമേ സെസേറും ആ ഒരു സെയിം ടൈറ്റിൽ തന്നെ ഒരു ഡ്രാമ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഡ്രാമയുടെ പേരാണ് എന്ത്? ദ ടെംപെസ്റ്റ്. ഓൾറൈറ്റ്, ഓക്കെ. സോ ദീസ് ആർ സം ഓഫ് ദി വർക്ക്സ് ഓഫ് എമേ സെസേർ. നൗ ലെറ്റ്സ് ഡൈവ് ഇൻടു ദി പോം ദ വുമൻ ആൻഡ് ദ ഫ്ലെയിം. സോ ദ വുമൻ ആൻഡ് ദ ഫ്ലെയിം എന്ന് പറയുന്ന പോം അതിലങ്ങനെ അങ്ങനെ സ്റ്റാൻസൈക് ഡിവിഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റൈം സ്കീമോ ഒന്നും തന്നെ ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷെ നമുക്ക് ഈ പോയത്തെ പാർട്ട് ബൈ പാർട്ടായിട്ട് പഠിക്കാം.
A bit of light that descends the spring head of a gaze, twin shadow of the eyelash and the rainbow on a face, and round about who goes there angelically ambling. These are the first few lines of this poem. A bit of light that descends the spring head of a gaze. ആരുടെയോ കാഴ്ചയിൽ അല്ലെങ്കിൽ ആരുടെയോ നോട്ടത്തിൽ, ഗേസ് എന്ന് പറയുന്നത് എന്താണ്? നോട്ടം. ആരുടെയോ നോട്ടത്തിൽ നിന്നും ഒരു ലൈറ്റ് സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഈ നോട്ടം എന്തായിട്ടാ പറഞ്ഞിരിക്കുന്നത്? സ്പ്രിംഗ് ഹെഡ് ഓഫ് എ ഗേസ്, ട്വിൻ ഷാഡോ ഓഫ് ദി ഐലാഷ്. ട്വിൻ എന്ന് പറയുമ്പോൾ രണ്ട്. Twin shadow of eyelash. So here the reference is to the eyes, to the two eyes of a person from whom a ray of light passes, or a ray of light is spreading. And these two eyes are the spring head or the source of the light. Alright, so ഇവിടെ ഈ ഒരു ലൈനിൽ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വ്യക്തിയുടെ രണ്ട് കണ്ണുകളിൽ നിന്നും ലൈറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. ആൻഡ് ആ രണ്ട് കണ്ണുകളാണ് സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. സ്പ്രിംഗ് ഹെഡിന്റെ അർത്ഥം എന്താണ്? സോഴ്സ്. ഓക്കെ, ഈ രണ്ട് കണ്ണുകളിൽ നിന്നും ലൈറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ there is a rainbow on the face. ആ ഒരു ഫേസിൽ റെയിൻബോ ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണ്? റെയിൻബോ എന്ന് പറയുമ്പോൾ there are like 7 colors, right? It might be referring to the cheerfulness, the happiness, the joy, the pleasantness that the person is trying to spread. Okay, ആ ഒരു സന്തോഷം സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, വെളിച്ചം സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ and round about who goes there angelically ambling. ഈ വ്യക്തി നടക്കുകയാണ് ചെയ്യുന്നത്. Okay, the person is walking. And how is the person walking? In a very leisure manner, in a very relaxed state, the person is walking. And from every direction, if you check the person, ഏത് ഡയറക്ഷൻ നിന്ന്, ഏതൊരു ആംഗിൾ നിന്ന് ഈ ഒരു പേഴ്സണെ നമ്മൾ വ്യൂ ചെയ്താലും, how does the person look? The person looks angelic. So when the person is walking, it feels as if an angel is walking. ഭയങ്കര ഒരു angelic movement ആണ്. So the poem begins with a description of a person whose eyes are a source of light that spreads the light, as well as there is a rainbow on the face that spreads the cheerful, pleasant and the colorful environment, and the person walks in an angelic manner. Okay, so those are the first few lines. Let's move on to the next lines. Woman, the current weather matters little to me. My life is always ahead of a hurricane. So നമുക്ക് മനസ്സിലായി ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന ആള് ഒരു വുമൺ ആണ്, ഒരു സ്ത്രീയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് പോയിട്ട് ആ സ്ത്രീയോട് പറയാണ്, ഇപ്പോഴത്തെ കാലാവസ്ഥ, the current weather, it doesn't bother me. I care less about this weather. ഇപ്പോഴത്തെ വെദർ എന്നെ ബോദർ ചെയ്യുന്നില്ല. My life is always ahead of a hurricane. എത്ര വലിയ കൊടുങ്കാറ്റ് വന്നെന്ന് പറഞ്ഞാലും, ഓക്കെ, എത്ര വലിയ ഹറിക്കെയിൻ വന്നെന്ന് പറഞ്ഞാലും, എത്ര വലിയ സ്റ്റോം വന്നെന്ന് പറഞ്ഞാലും അതിനെയൊക്കെ അതിജീവിച്ചവനാണ് ഞാൻ. ഓക്കെ, എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഈ ലൈൻസ് കുറച്ചുകൂടി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അടുത്ത ലൈൻസും കൂടി വായിക്കാം. You are the morning that swoops down on the lamp, a night stone between its teeth. You're the passage of seabirds as well. I'm sorry. You who are the wind through the salty epomeas of consciousness, insinuating yourself from another world. So here, ഈ ഒരു ലൈൻസ് വായിക്കുമ്പോൾ ഭയങ്കര ഒരു ഡിസ്ജോയിന്റഡ് മീനിങ് പോലെ നമുക്ക് ഫീൽ ചെയ്തേക്കാം. ഒരു ലോജിക്കൽ കണക്ഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നിയേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇതൊരു സ്ത്രീയെ റെഫർ ചെയ്തു. ഈ പോയം ബിഗിൻ ചെയ്തപ്പോൾ തന്നെ ഒരു വ്യക്തിയെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ പിന്നീടുള്ള ഡിസ്ക്രിപ്ഷനിലൊന്നും തന്നെ നമുക്ക് ഇതിനെ ഒരു സ്ത്രീയായിട്ട് കാണാൻ കഴിയത്തില്ല.
I think that the poet is describing the island over here, the Martinique Island, that is under the French colonial rule. ഫ്രഞ്ചുകാർ മാർട്ടിനിക് ഐലൻഡിനെ ഇപ്പൊ കോളനൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. ആ ഒരു ഐലൻഡിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് പോയിട്ട് പറയാണ്, ഇപ്പോഴത്തെ കാലാവസ്ഥ എന്നെ ബോദർ ചെയ്യുന്നില്ല, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അതെന്നെ ബാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പക്ഷെ ഫ്രഞ്ച് കൊളോണിയൽ റൂൾ കാരണം അവിടുത്തെ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഡിസ്റ്റർബിങ് ആയിരിക്കാം, വളരെ ട്യൂമൾട്ടസ് ആയിരിക്കാം. ഓക്കെ, അവര് നേരിടുന്ന ആ ഒരു ഹാർഡ് ടൈംസ്, അവര് നേരിടുന്ന that chaos, that sort of that difficult time, അതായിരിക്കാം ഈ ഹറിക്കെയിൻ സിംബലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഈ കൊടുങ്കാറ്റ് സിംബലൈസ് ചെയ്യുന്ന അതായിരിക്കും. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ ഇതിനെയും അതിജീവിക്കും, ബിക്കോസ് ഐ എം ആൻ ഇൻഹാബിറ്റന്റ് ഓഫ് ദി മാർട്ടിനിക് ഐലൻഡ്. ഞാൻ ഈ ഐലൻഡിൽ ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഫ്രഞ്ച് കൊളോണിയൽ റൂൾ പോലത്തെ കൊടുങ്കാറ്റിനെയൊക്കെ ഞങ്ങൾ അതിജീവിക്കും, അല്ലെങ്കിൽ ഞാൻ അതിജീവിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, യു ആർ ദ മോർണിംഗ് ദാറ്റ് സൂപ്സ് ഡൗൺ ഓൺ ദ ലാമ്പ്. നമ്മളിപ്പോൾ ഈ ചില ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ചില വീഡിയോസ് കണ്ടിട്ടില്ലേ, സൺറൈസിന്റെ വീഡിയോസ്. ഈ സൺറൈസ് ടൈം ലാപ്സിൽ കാണിക്കത്തില്ലേ, അതെങ്ങനെയാ ടൈം ലാപ്സിൽ കാണുമ്പോൾ ഭയങ്കര ഒരു സ്വിഫ്റ്റ് മൂവ്മെന്റ് അല്ലേ, ഭയങ്കര ഒരു സ്വിഫ്റ്റ് മൂവ്മെന്റ് ആണ്. അതുപോലെ എത്ര ഇരുട്ട് ഈ ഐലൻഡിനെ മൂടിയാലും, that means doesn't matter what kind of doesn't matter like if any kind of a darkness tries to dominate the island, നമ്മളെ ഭരിക്കാൻ ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും, എത്ര ഇരുട്ട് തള്ളിക്കേറി വന്നെന്ന് പറഞ്ഞാലും ഇതിനെയൊക്കെ നമ്മൾ അതിജീവിക്കുമെന്ന്. ഒരു മോർണിംഗ് എങ്ങനെയാണ് വരുന്നത്, ലൈക്ക് ദ വേ ഹൗ ദ മോർണിംഗ് ഹാസ് എ മെജസ്റ്റിക് എൻട്രി, in the same way you are the morning that would rise above this darkness. That's how the poet is trying to describe it. അടുത്ത ലൈൻ, a night stone between its teeth. ശരിക്കും പറഞ്ഞാൽ ഈ ലൈൻ്റെ ഇന്റർപ്രിട്ടേഷൻ എനിക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ട് നേരിട്ടേക്കാം, because I was not able to interpret it that well, but I believe that it is trying to say that ഇപ്പം ഒരു ഇരുട്ട്, അല്ലെങ്കിൽ ഇപ്പം ആ ഒരു ഐലൻഡിൽ ഫ്രഞ്ച് കൊളോണിയൽ റൂൾ ആണല്ലോ, അപ്പൊ ഇവരെ ഒരു ഇരുട്ടിനകത്ത് കൊണ്ടിട്ടിരിക്കുകയാണ്. ഇൻ ദ ഡാർക്ക്നെസ് സിംബലൈസസ് ദർ പെയിൻ ആൻഡ് സഫറിങ്, ബട്ട് സ്റ്റിൽ ആസ് എ നൈറ്റ് സ്റ്റോൺ ബിറ്റ്വീൻ ഇറ്റ്സ് ടീത്ത്. അപ്പം ഇറ്റ്സ് ടീത്ത് എന്ന് പറയുമ്പോൾ എന്തായാലും അത് വുമനെ അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഇറ്റ്സ് ഏതെങ്കിലും ഒരു ജീവിയായിരിക്കാം, ഏതെങ്കിലും ഒരു മൃഗത്തെ ആയിരിക്കാം പറഞ്ഞിരിക്കുന്നത്. സോ ആ മൃഗത്തിന്റെ പല്ലുകളുടെ ഇടയിൽ ഒരു കറുത്ത കല്ലായിട്ട് യു ആർ ദെയർ, ലൈക്ക് അതിനെ നശിപ്പിക്കുവാൻ, ആ ഐലൻഡിനെ നശിപ്പിക്കുവാൻ ചില ഷാർപ്പ് ടീത്ത്സിന്റെ ഇടയിൽ ഈ ഐലൻഡിനെ കൊണ്ട് വെച്ചാലും, ബട്ട് ഇറ്റ് ഈസ് ലൈക്ക് എ സ്റ്റോൺ, ഇറ്റ് ഈസ് അൺഡിറ്റേർഡ്. അതിനെ നശിപ്പിക്കുവാൻ കഴിയത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ചിലപ്പോൾ ഒന്ന് പല്ലുകളുടെ ഇടയിൽ ഇരുന്നേക്കാം, പക്ഷേ നശിപ്പിക്കാൻ കഴിയത്തില്ലെന്നാണ് പോയിട്ട് പറയുന്നത്. Okay, and he says, you're the passage of seabirds. So സീയുടെ മേളിൽ പറക്കുന്ന ബേർഡ്സിന്റെ ഒരു പാസേജ് ആണ്. ലൈക്ക് യു ലെറ്റ് ദ ബേർഡ്സ് ടു ഫ്ലൈ ഫ്രീലി. സോ ഈ ഒരു ലൈനിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വുമനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ഇൻസ്റ്റെഡ് an island is being symbolized as a woman here. Okay, and these lines are the description of the island, of the Martinique Island. And he says that you're the wind through the salty epimeus of consciousness. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. You who are the wind. ആ ഐലൻഡിൽ ബ്ലോ ചെയ്യുന്ന വിൻഡാണ്. ഈ ഐലൻഡ് എങ്ങനെയാണ് ബ്ലോ ചെയ്യുന്നത്? ത്രൂ ദി ഇപ്പോമിയസ്. ഇപ്പോമിയസ് എന്ന് പറയുന്നത് ഒരു പേർപ്പിൾ കളർ ഫ്ലവർ. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ദീസ് ആർ ഇപ്പോമിയസ് ഫ്ലവേഴ്സ്. കണ്ടോ, ഇതാണ് ഇപ്പോമിയസ് ഫ്ലവേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോമിയസ് ഫ്ലവേഴ്സ് ഞാൻ ആദ്യം ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ I felt like it was the ശംഖുപുഷ്പം. ശംഖുപുഷ്പം പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ശംഖുപുഷ്പമാണെന്ന്, പക്ഷെ ശരിക്കും ശംഖുപുഷ്പത്തിന് നടുക്കൂടെ ഒരു പെറ്റലും കൂടി വരുന്നുണ്ട്, പക്ഷെ ഇതിൽ അങ്ങനെ ഇല്ല. ദിസ് ഇസ് നോട്ട് ശംഖുപുഷ്പം. ഓക്കെ,
അതുപോലെ തന്നെ ഈ ഫ്ലവറിനെ നമ്മൾ മോർണിംഗ് ഗ്ലോറി എന്നും വിളിക്കും കേട്ടോ. ഇപ്പോമിയസ് ഫ്ലവേഴ്സിനെ നമ്മൾ മോർണിംഗ് ഗ്ലോറി എന്നും വിളിക്കും. അതുപോലെ തന്നെ ഈ ഫ്ലവർ ഇങ്ങനെ പർപ്പിൾ കളറിൽ മാത്രമല്ല പിങ്ക് കളറിലുണ്ട്, ബ്ലൂ കളറിൽ വരെ ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് വെരി പ്രിറ്റി ടു സീ. ആൻഡ് ഇത് ദിസ് ഇസ് ആൻ ഇമേജ് ലൈക്ക് ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഇമാജിനേഷൻ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇമേജ് ആണ്. ഇപ്പോൾ ഒരു ഐലൻഡിലാണെങ്കിൽ ഇതുപോലെ ഇരിക്കും ഈ ഫ്ലവേഴ്സ്. ഓക്കെ, സീ the flowers, the ocean. Yeah, all right, let's move on to the next lines. So ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, you're like a wind that blows through these epomoeous flowers. ആ ഐലൻഡിൽ ബ്ലോ ചെയ്യുന്ന വിൻഡ്. എന്നിട്ട് ഇവിടെ ഒരു കുറച്ച് വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിരിക്കുന്നതാണ്. ത്രൂ ദ സോൾട്ടി ഇപ്പോമിയസ്. ഇവിടെ ഇപ്പോമിയസ് ഫ്ലവേഴ്സിന്റെ ടേസ്റ്റ് അല്ലായിരിക്കാം, എനിക്കറിയത്തില്ല ഇപ്പോമിയസ് ഫ്ലവേഴ്സിന് എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ എന്ന്, വല്ല ഉപ്പ് രസമാണോ എന്ന് എനിക്കറിയാമില്ല. ബട്ട് ത്രൂ ദ സോൾട്ടി ഇപ്പോമിയസ് എനിക്കിതിനെ രണ്ട് രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാനാണ് ഇഷ്ടം. ഓക്കെ, സോ ഞാൻ എൻ്റെ ഇന്റർപ്രിട്ടേഷൻ പറയാം. So you are also free to interpret these lines in your own way. I would love to read your interpretations in the comment section. So feel free to post your interpretations in the comment section. All right. Okay, അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. സോൾട്ടി ഇപ്പോമിയസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ ഒരു ഐലൻഡിൽ ഓഷ്യൻ ആണല്ലോ, അപ്പോൾ ഓഷ്യൻ്റെ അടുത്തായിട്ട് നിൽക്കുന്ന ഫ്ലവേഴ്സ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ആ ഒരു ഉപ്പുകാറ്റ്, അങ്ങനെ ഒരു പക്ഷേ ആ ഒരു സോൾട്ടി ഇപ്പോമിയസിന് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് സോൾട്ടി ഇപ്പോമിയസ് ഓഫ് കോൺഷ്യസ്നെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വ്യക്തിയുടെ മൈൻഡ് അല്ലേ, ആ ഒരു മൈൻഡ് സോൾട്ടി ആണെന്ന് പറയുന്നത് എന്താണ്, മേ ബി ഇറ്റ് ഈസ് എ ബിറ്റ് ഡിസ്റ്റർബ്ഡ്. ഓക്കെ, സോ ത്രൂ ദ ഡിസ്റ്റർബ്ഡ് മൈൻഡ് ഈ ഒരു വിൻഡ് ബ്ലോ ചെയ്യാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവരുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നത്? ബിക്കോസ് ഓഫ് ദി ഫ്രഞ്ച് കൊളോണിയൽ റൂൾ. ഇൻസുനേറ്റിംഗ് യുവർ സെൽഫ് ഫ്രം അനദർ വേൾഡ്. സോ ഈ ഒരു കാറ്റ് ഇവർക്ക് അടിക്കുമ്പോൾ, ഈ ഒരു കോളനൈസ്ഡ് ആയിട്ടുള്ള ആഫ്രിക്കൻസിന് ഈ ഒരു ഐലൻഡിന്റെ കാറ്റടിക്കുമ്പോൾ അവരുടെ ആ ഒരു ഡിസ്റ്റർബ്ഡ് മൈൻഡ് കുറച്ച് നേരത്തേക്ക് ശാന്തമാകുന്നു. ഓക്കെ, ബിക്കോസ് ദേ റിയലൈസ് ദാറ്റ് ദി ഐലൻഡ് ഇൻ വിച്ച് ദേ വർ ബോൺ, it is much more stronger than the holes of the French colonial rule. So അവരെ ആ ഒരു വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന പോലെ കുറച്ച് നേരത്തേക്ക് അവരുടെ ഓൺ ഇമാജിനേറ്റീവ് വേൾഡ് ഓഫ് ഫ്രീഡം ആൻഡ് ഹോപ്പ് ആ ഒരു വേൾഡിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ that sort of feeling is what the wind provides here for the people of Martinique Island who are being colonized by the French colonial rule. So these are the two interpretations that I would give to this particular phrase, salty epomias of consciousness. All right. Okay. Moving on to the next few lines. Woman, you're a dragon whose lovely color is dispersed and darkens so as to constitute the inevitable tenor of things. So ഇവിടെ വീണ്ടും ഐലൻഡിനെ സ്ത്രീ ആയിട്ട് സൂചിപ്പിച്ച് പറയാണ്. സ്ത്രീയെ, യു ആർ ലൈക്ക് എ ഡ്രാഗൻ. ഡ്രാഗൻ ഏതൊക്കെ കളേഴ്സിൽ വരും? ഇപ്പൊ ചിലർ പറയും ബ്ലൂ കളറിലും ഗ്രീൻ കളറിലൊക്കെ വരുമെന്ന്. പക്ഷെ പൊതുവെ ഐ തിങ്ക് ഡ്രാഗൻസ് ആർ ഓഫൻ അസോസിയേറ്റഡ് വിത്ത് ദി റെഡ്, ഓറഞ്ച് കളേഴ്സ്, റൈറ്റ്? മേ ബി നിങ്ങൾ ബ്ലൂ കളറും ഗ്രീൻ കളറും യെല്ലോ കളർ ഡ്രാഗൻസിനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. ചില ആനിമേറ്റഡ് മൂവീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ? ബട്ട് പൊതുവേ ബട്ട് എനിവേസ് ഇവിടെ നമുക്ക് ഡ്രാഗൻസിനെ റെഡും ഓറഞ്ച് കളറിൽ ചിന്തിച്ചാൽ മതി. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദോ ഇവിടെ ആ ഒരു ഡ്രാഗന്റെ കളർ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ദാറ്റ് നിങ്ങൾ റെഡിഷ് ഓറഞ്ച് കളറുള്ള ഡ്രാഗൻസിനെ ആലോചിക്കുക. ഓക്കെ, ഇമാജിൻ ചെയ്യുക. സോ വുമൻ, യു ആർ എ ഡ്രാഗൻ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദിസ് ഐലൻഡ് ഇസ് ലൈക്ക് എ ഡ്രാഗൻ whose lovely color is dispersed. So ഇതിനെ നമുക്ക് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഫ്യൂ ലൈൻസ് ആയിട്ട് കണക്ട് ചെയ്യാം. A rainbow on a face, a lovely color is dispersed. So rainbow എങ്ങനെയാണ്? 7 colors. It is being dispersed. It is being spread. Dispersed ന്റെ അർത്ഥം സ്പ്രെഡ് ചെയ്യുക. ആ ഒരു cheerful, colorful environment സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അല്ലേ?
and darkens so as to constitute the inevitable tenor of things. അപ്പം ഈ കളർ ഡീപ്പ് ആവാറുണ്ട്, ഈ കളർ കുറച്ചുകൂടി യുനോ ഇങ്ങനെ ഈ കളർ കടുപ്പിക്കാറുണ്ട്. ഓക്കെ, അപ്പം അതെന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് നമ്മളൊരു സൺസെറ്റ് ആലോചിക്കാം. ഓക്കെ, സൺസെറ്റ് ഉണ്ടാവുമ്പോൾ സ്കൈയുടെ കളർ എങ്ങനെയാ പോകുന്നത്? ഇപ്പൊ ഒരു ലൈറ്റ് ബ്ലൂ സ്കൈ ആണ് അല്ലെങ്കിൽ ഒരു വൈറ്റ് സ്കൈ ആയിട്ട് നിൽക്കുന്ന സ്കൈയിൽ സൺസെറ്റ് ഉണ്ടാവുമ്പോൾ അത് ഫുൾ ഒരു ക്രിംസൺ, ഓറഞ്ച്, റെഡിഷ് ഷെയ്ഡിൽ കവർ ആവും അല്ലേ? എവിടെയെങ്കിലും വൈറ്റ് കളറായിട്ട് നിൽക്കോ? ഇല്ല, അത് ഫുള്ളി ആ ഒരു ക്രിംസൺ കളറാണ് അബ്സോർബ് ചെയ്യുന്നത് അല്ലേ? ക്രിംസൺ അല്ലെങ്കിൽ റെഡിഷ് ഓറഞ്ച് കളറാണ് അബ്സോർബ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ ഈ ഐലൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ കളർ ഇങ്ങനെ വാരി വിതറുകയാണ്. ഓക്കെ, ദാറ്റ് കളർ, ദാറ്റ് ലവ്ലി കളർ ഇസ് സ്പ്രെഡിങ്. ഒരു ഡ്രാഗൺ ഫ്ലെയിംസ് വായി നിന്ന് വിടുന്ന പോലെ, യുനോ, in the same way, the color is spreading and sometimes it deepens so as to constitute the inevitable tenor of things. ഇവിടെ ടെനറിനെയും ഞാൻ രണ്ട് രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യും. ഓക്കെ, ടെനർ ഇന്നെവിറ്റബിളുടെ അർത്ഥം എന്താണ്? അൺഅവോയ്ഡബിൾ, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ടെനറോ, ടെനർ ഒരു പക്ഷേ കോണ്ടെന്റ് ആയിട്ട് നമുക്ക് കാണാം. നമ്മൾ പൊതുവെ കണ്ടന്റ് എന്നാണ് പറയുന്നത്, പക്ഷെ റൈറ്റ് പ്രൊനൗൺസിയേഷൻ ഇസ് കോണ്ടെന്റ്. ഓക്കെ, അപ്പം ഒരു വസ്തുവിൻ്റെ ഡീറ്റെയിൽസ്, ഓക്കെ, അതായിരിക്കാം ഇവിടെ ടെനർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വോയിസ് ആയിട്ട് റിലേറ്റ് ചെയ്യാറുണ്ട്, ശബ്ദമായിട്ടും ടെനറിന് മീനിങ് വരാറുണ്ട്. സോ ഇന്നെവിറ്റബിൾ ടെനർ ഓഫ് തിങ്സ്, മേ ബി ആ ഐലൻഡിലുള്ള എല്ലാ വസ്തുക്കളും, എല്ലാ ജീവജാലങ്ങളും, എല്ലാ മനുഷ്യരുടെയും കാര്യങ്ങളും, യുനോ, എല്ലാ വസ്തുക്കളും, വ്യക്തികളും, ജീവജാലങ്ങളുടെ എസെൻസ് മുഴുവനായിട്ടും അബ്സോർബ് ചെയ്യുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ലൈക്ക് എ സൺസെറ്റ്, യുനോ, ഒരു വൈറ്റ് സ്കൈനെ പെട്ടെന്ന് സൺസെറ്റ് ചെയ്യുമ്പോഴത്തേന് എങ്ങനെയാണ് ഒരു റെഡിഷ് കളർ, ഒരു ക്രിംസൺ കളർ മുഴുവനായിട്ടും ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്ന പോലെ ഈ ഐലൻഡിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളും വസ്തുക്കളുടെയും എസെൻസ്, ആ ഒരു സ്പിരിറ്റ് അത് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഐലൻഡിന് ഒരിക്കലും ആ ഐലൻഡിൽ താമസിക്കുന്ന ഇൻഹാബിറ്റൻസ് അല്ലെങ്കിൽ താമസിക്കുന്ന വ്യക്തികളുടെ ശബ്ദങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. It cannot neglect the voices of its people. The island cannot avoid the pain and the suffering of the people. That's a way that how I would interpret these lines. Okay, moving on to the next few lines. I'm used to brush fires, I'm used to ashen bush rats and the bronze abyss of the flame. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആദ്യം ഇമേജ് ഒന്ന് കാണിച്ചോട്ടെ. സോ പോയിട്ട് പറയാണ്, ഐ എം യൂസ്ഡ്, എനിക്ക് ഇപ്പം ഈ ബ്രഷ് ഫയേഴ്സ് ഒക്കെ എനിക്ക് ഭയങ്കര സുപരിചിതമായി വന്നിരിക്കുകയാണ്. ഐ എം ക്വൈറ്റ് ഫെമിലിയർ, യുനോ, വിത്ത് ദി ബ്രഷ് ഫയേഴ്സ്. വാട്ട് ആർ ബ്രഷ് ഫയേഴ്സ്? ഈ കാടുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഈ വെജിറ്റേഷൻ ഒക്കെ ഉള്ള ലാൻഡില്ലേ, അപ്പം വെജിറ്റേഷൻ ഒക്കെ ഉള്ള ലാൻഡിൽ എന്താ പറ്റുന്നത്, ഈ ചില സമയത്ത് ടെമ്പറേച്ചർ കൂടി, ഓക്കെ, ഭയങ്കര ഹോട്ട് ടെമ്പറേച്ചർ ചിലപ്പം തീ പിടിക്കാറുണ്ട്. അതാണ് ബ്രഷ് ഫയേഴ്സ്. കാട്ടുതീയൊക്കെ കേട്ടിട്ടില്ലേ? സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്, ബ്രഷ് ഫയേഴ്സ്. ദെൻ ബുഷ് റാറ്റ് ഒക്കെ കത്തിക്കരിഞ്ഞ് ചാരമായി ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ്. ഐ എം യൂസ്ഡ് ടു ദി ആഷസ് ഓഫ് ദി ബുഷ് റാറ്റ് ആൻഡ് ദി ബ്രോൺസ് ഇബിസ്. ബ്രോൺസ് ഇബിസും, ഇബിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേർഡാട്ടോ. ഈ ബേർഡിനെയാണ് ഇബിസ് എന്ന് പറയുന്നത്. സോ ഈ ബേർഡ്സ് ഒക്കെ ഫ്ലെയിംസിൽ കത്തി നശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓൾറൈറ്റ്, so he's saying that I'm used to the brush fires, I'm used to ashen bush rats and the bronze abyss of the flame.
woman, binder of the foresail. And again, ഈ ഐലൻഡിനെ സ്ത്രീയായിട്ട് തന്നെ സൂചിപ്പിച്ച് പറയാണ് ദാറ്റ് യു ആർ എ ബൈൻഡർ ഓഫ് ദ ഫോർസെയിൽ. ബൈൻഡർ എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഹോൾഡ്സ് എവറിത്തിങ് ടുഗെദർ. ഓക്കെ, എല്ലാ എലമെന്റ്സിനെ ഒരുമിച്ച് ഹോൾഡ് ചെയ്യുന്ന ഒരു മെയിൻ എലമെന്റ് ആണ് ബൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർസെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഷിപ്പിലെ അല്ലെങ്കിൽ ഒരു ബോട്ടിന്റെ മെയിൻ ജേർണി, അതിനെയാണ് ഫോർസെയിൽ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജേർണി. സോ ഈ ഒരു ഐലൻഡിനോട് അല്ലെങ്കിൽ ഐലൻഡിനെ ഒരു വുമനായിട്ട് റെഫർ ചെയ്തിട്ട് നമ്മുടെ പോയിറ്റ് പറയാണ് ദാറ്റ് യു ആർ ദ ബൈൻഡർ ഓഫ് ദ ഫോർസെയിൽ. ബൈൻഡർ ഓഫ് ദ ഫോർസെയിൽ എന്ന് പറയുന്നത് എന്താണ്? that you are the one who holds the main journey of our lives. ഞങ്ങളുടെ ജീവിതങ്ങളുടെ ആ ഒരു യാത്രയിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്ന ഒരു മെയിൻ ഫോഴ്സ് ആണ് ഈ ഒരു ഐലൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മേ ബി ഈ ഒരു ഐലൻഡിന്റെ സ്പിരിറ്റിനെ ഒരു ഫെമിനിൻ ടച്ച് കൊടുത്തിരിക്കുന്നതായിരിക്കാം പോയിട്ട്. ഓക്കെ, മേ ബി ആ ഒരു ഐലൻഡിലെ സ്പിരിറ്റിനെ ഒരു ഫെമിനൈൻ സ്പിരിറ്റ് ആയിട്ടായിരിക്കാം കാണുന്നത്. Okay, and it is saying that woman, you're the binder of the foresail. Gorgeous ghost, helmet of algae of eucalyptus. And ഈ ഒരു സ്പിരിറ്റിനെ, ഈ ഒരു ഫെമിനൈൻ സ്പിരിറ്റിനെ പറഞ്ഞിരിക്കുകയാണ്, you're like a gorgeous ghost. You're a beautiful spirit. You know, and she's like a queen who wears a crown. ഒരു കിരീടം വെച്ച ഒരു രാജ്ഞിയെ പോലെയാണ് ഈ ഒരു ഐലൻഡ്. ഈ ഐലൻഡിന്റെ ഈ ഒരു രാജ്ഞിയുടെ കിരീടം എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? യൂക്കാലിപ്റ്റസ് മരങ്ങളിൽ ഉണ്ടാവുന്ന പായൽ അല്ലെങ്കിൽ ആൽഗെ, അതിൽ നിന്നുമാണ്. ഈ നിങ്ങളെല്ലാവരും ഈ ഐ തിങ്ക് ദാറ്റ് ദ മൂവി വാസ് മോന. എനിക്ക് തോന്നുന്നു മോന എന്ന് പറയുന്ന മൂവിയാണെന്ന് തോന്നുന്നു. I think that was a movie, where there's this movie, it's an animated movie, like I can't really remember the name of that animated movie, but I think it's Moana. Adila കണ്ടിട്ടുണ്ട്. അതില് അവസാനമുണ്ടല്ലോ, അവസാനം ഇങ്ങനെ ആ ഒരു ഐലൻഡിനെ മുഴുവൻ ഒരു സ്ത്രീ ആയിട്ടാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ആ ഒരു ഐലൻഡ് ഇങ്ങനെ ആ ഒരു സ്ത്രീ ഉറങ്ങിക്കിടക്കുന്ന പോലെ, പക്ഷെ ഇറ്റ് ഇസ് ഇൻ ദി ഷേപ്പ് ഓഫ് ദാറ്റ് ഐലൻഡ്. I don't know if you have seen that in this movie Moana, പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു മൂവിയിലാണിത്, or if it's some other movie I can't remember. Anyways, so ആ ഒരു ഐലൻഡിനെ ഒരു ഗോർജിയസ് സ്പിരിറ്റ് ആണെന്നാ പറയുന്നത്. It is like a beautiful spirit that is wearing a crown made of the algae of eucalyptus tree. Okay, അപ്പോൾ ആ ഐലൻഡിൽ eucalyptus trees ഒക്കെ ഉണ്ട്. Dawn, isn't it? അതൊരു ഭയങ്കര ഒരു ഗ്ലോറിയസ് മോർണിംഗ് പോലത്തെ ഒരു വ്യൂ അല്ലേ അത് എന്നാണ് പോയിട്ട് ചോദിക്കുന്നത്. ആ ഒരു ഐലൻഡിനെ പറയുന്നതാണ് ഡോൺ, isn't it? പകലാവാറായില്ലേ? ഓക്കെ, അല്ലെങ്കിൽ പകലല്ലേ ഇപ്പോൾ? And in the abandon of the ribands, very savory swimmer. എന്നിട്ട് ഈ ഐലൻഡ്, ഈ വുമനെ പറഞ്ഞിരിക്കുന്നതാണ് in the abandon of the ribands, where എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു in the abandon of the ribandsന്റെ അർത്ഥം ഒന്ന് ഞാൻ കാണിച്ചു തന്നോട്ടെ. ഈ റിബാൻസ് എന്ന് പറയുന്നത് ഒരു തിൻ ബാൻഡ്. ഇവിടെ കണ്ടോ, ഇങ്ങനെ ഈ തിൻ ബാൻഡ് ഒരു തിൻ ബാൻഡ് ഓഫ് മെറ്റീരിയൽ ആണ്. അത് ചിലപ്പോൾ അത് തുണിയാവാം, ചിലപ്പം പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാവാം, ചിലപ്പം മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതാവാം. ഓക്കെ, സോ ഇറ്റ്സ് എ തിൻ ബാൻഡ് ഓഫ് മെറ്റീരിയൽ, typically cloth, but can be also plastic or sometimes metal, that is used in shipbuilding. ഈ ഷിപ്പുകളും ബോട്ടുകളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി, കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തിൻ ബാൻഡ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിബാൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഈ തിൻ ബാൻഡ്സ് ആണ് ഈ ഒരു ഹോൾ വെസലിനെ അല്ലെങ്കിൽ ഈ ഒരു ഹോൾ ഷിപ്പിനെ ഇങ്ങനെ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ,
ഇവിടെ പോയിട്ട് പറയാണ് that ആ ഒരു ബാൻഡുകളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓരോ വ്യക്തി ജീവിതങ്ങളെ എടുക്കാം, അല്ലെങ്കിൽ മാർട്ടിനിക് ഐലൻഡിലെ ഇൻഹാബിറ്റൻസ് ആയിട്ട് കാണാം. സോ ഈ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞത് ദ ബൈൻഡർ ഓഫ് ദ ഫോർ സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജീവിതങ്ങളുടെയും ജേർണി നയിക്കുന്നത്, ലീഡ് ചെയ്യുന്നത് ഈ ഒരു ഫെമിനൈൻ സ്പിരിറ്റ് ഓഫ് ദറ്റ് ഐലൻഡ് ആണ്, അല്ലേ? ആ ഐലൻഡിലെ ഫെമിനൈൻ സ്പിരിറ്റ് ആണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പോയിട്ട് ഇപ്പം പറയാണ്, ഈ ഫെമിനൈൻ സ്പിരിറ്റ് എന്ത് ചെയ്തു, ഈ സ്ത്രീ എന്ത് ചെയ്തു, ആ റിബാൻസ് എല്ലാം ഉപേക്ഷിച്ചു. ഈ ഷിപ്പിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു ബാൻഡുകളെ ഉപേക്ഷിച്ചു. ഇൻസ്റ്റെഡ് വാട്ട് ഷീ ഡസ് ഈസ് ഷീ സ്വിംസ് ആൻഡ് ഷീ സ്വിംസ്, നീന്തുകയാണ് ചെയ്യുന്നത്. ഹൗ ഡസ് ഷീ സ്വിം? ഷീ ഈസ് ലൈക്ക് എ സേവറി സ്വിമ്മർ. സേവറി സ്വിമ്മർ എന്ന് പറയുമ്പോൾ സേവറിയുടെ അർത്ഥം എന്താണ്? ഫ്ലേവർഫുൾ. ഓക്കെ, ഇപ്പൊ ഫ്ലേവർഫുൾ എന്ന് പറയുമ്പോൾ പല ഫ്ലേവേഴ്സ്. ഓൾറൈറ്റ്, ജീവിതത്തിൽ നമുക്ക് പല രീതിയിലെ ഇമോഷൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, അല്ലേ? പെയിൻ, സഫറിങ്, ഹാപ്പിനെസ്, ജോയ്, ഇതെല്ലാം ഈ ഐലൻഡ് നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ഐലൻഡ് ഇസ് ഷോയിങ് that you should be like a savory swimmer. You should absorb all the flavors that the life has to offer you, and you should swim. You know, ഭയങ്കര ഒരു ഫേമസ് phrase ഇല്ലേ, swim or sink. So either you accept the failure, either you succumb to the failure, ഒന്നെങ്കിൽ നമ്മൾ തോറ്റു കൊടുക്കുക, എന്നിട്ട് ഈ ഒരു നമ്മൾ ഈ അനുഭവിക്കുന്ന സ്ലേവറി ഇല്ലേ, അതിന് നമ്മൾ അടിമകളായിട്ട് തന്നെ ഫ്രഞ്ച് കൊളോണിയൽ റൂൾ നമ്മൾ നിൽക്കുക, അല്ലെങ്കിൽ ഇതിനെ അതിജീവിക്കുക, അല്ലെങ്കിൽ ഇതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കുക. യു നീഡ് ടു സ്വിം ത്രൂ ഇറ്റ്. നമ്മൾ ഇതിനെ നീന്തിക്കടക്കുക. അങ്ങനെയാണ് ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത്. സോ ഇത് ബേസിക്കലി ആ ഒരു മാർട്ടിനിക് ഐലൻഡ് ഫേസ് ചെയ്ത ഫ്രഞ്ച് കൊളോണിയൽ റൂളും ബ്ലാക്സ് ഇതിനെതിരെ പ്രതിഷേധിച്ച ആ ഒരു നെഗ്രറ്റ്യൂഡ് മൂവ്മെന്റ് ഒക്കെ കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു പോയമാണ് ദ വുമൻ ആൻഡ് ദ ഫ്ലെയിം. I hope it is clear to you, and I hope that I've done justification to this poem, you know, with my interpretations. So you're free to do your own interpretations. I would love to read your interpretations also. All right then. So have a good day. All right, bye bye.